നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിലെ ബാലൺ ഡിയോർ പോരാട്ടം ഇപ്പോൾ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇനി ഫൈനൽ മത്സരം മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത്. അതുപോലെ തന്നെ യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഈ വർഷം നടക്കാനുണ്ട്. ഇതിലൊക്കെ മികവുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ബാലൺ ഡിയോർ പുരസ്കാരം നൽകുക. നമുക്കറിയാം, കഴിഞ്ഞ തവണ സൂപ്പർ താരം ലയണൽ മെസ്സിയാണ് ബാലൺ ഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ളത്. ഏതായാലും ഏറ്റവും പുതിയ പവർ റാങ്കിങ് ഇപ്പോൾ ഗിവ് സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. 20ാം സ്ഥാനത്ത് വരുന്നത് ലിവർപൂൾ താരമായ വിർജിൽ വാൻ ഡൈക്ക് ആണ്. അതുപോലെ തന്നെ 19ാം സ്ഥാനത്ത് വരുന്നത് ഇന്റർ മിലാന്റെ അർജന്റീൻ സൂപ്പർ താരമായ ലൗറ്റാറോ മാർട്ടിനസ് ആണ്. ഇനി 18ാം സ്ഥാനത്ത് ആഴ്സണലിന്റെ നോർവീജിയൻ താരമായ മാർട്ടിൻ ഒഡേഗാർഡ് വരുന്നു. 17ാം സ്ഥാനത്താണ് ബയേൺ മ്യൂണിക്കിന്റെ ജമാൽ മുസിയാല ഇപ്പോൾ കടന്നു വരുന്നത്. അതേപോലെ തന്നെ 16ാം സ്ഥാനത്ത് ബുക്കയോ സാക്ക വരുന്നു. ആഴ്സണലിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 15ാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു. അൽ നസറിന്റെ പോർച്ചുഗീസ് സൂപ്പർ താരമാണ് അദ്ദേഹം. ഈ സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 40 മത്സരങ്ങളിൽ നിന്ന് 41 ഗോളുകളും 12 അസിസ്റ്റുകളും അദ്ദേഹം ക്ലബിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. 14ാം സ്ഥാനത്താണ് നിലവിലെ ജേതാവായ ലയണൽ മെസ്സി വരുന്നത്. ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മെസ്സി ഈ സീസണിൽ 11 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 12 ഗോളുകളും 11 അസിസ്റ്റുകളും മെസ്സി ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 13ാം സ്ഥാനത്ത് ഡെക്ലാൻ റൈസ് വരുന്നു. ആഴ്സണലിന്റെ താരമാണ് അദ്ദേഹം. അതുപോലെ തന്നെ 12ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഇപ്പോൾ വരുന്നത്. അദ്ദേഹം ഈ സീസണിൽ 47 മത്സരങ്ങൾ കളിച്ചു. 17 ഗോളുകളും 9 അസിസ്റ്റുകളും കരസ്ഥമാക്കി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂയിന 11ാം സ്ഥാനത്താണ് വരുന്നത്. 22 മത്സരങ്ങൾ മാത്രമാണ് ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 6 ഗോളുകളും 16 അസിസ്റ്റുകളും ഡിബ്രൂയിന സ്വന്തമാക്കിയിട്ടുണ്ട്. ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ പ്രതിരോധ നിര താരമായ മാറ്റ്സ് ഹമ്മൽസ് 10ാം സ്ഥാനത്താണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ബയർ ലെവർക്യൂസന്റെ ഫ്ലോറിയാൻ വിഡ്സ് 9ാം സ്ഥാനത്ത് വരുന്നുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. 45 മത്സരങ്ങൾ, 18 ഗോളുകൾ, 19 അസിസ്റ്റുകൾ. 8ാം സ്ഥാനത്താണ് ഏർലിംഗ് ഹാലൻഡ് വരുന്നത്. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കിരീടങ്ങൾ ഇല്ലാത്തത് ഒരു വലിയ തിരിച്ചടിയാണ്. 41 മത്സരങ്ങൾ, 36 ഗോളുകൾ, 6 അസിസ്റ്റുകൾ. ഫിൽ ഫോഡൻ 7ാം സ്ഥാനത്ത് വരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അദ്ദേഹം ഈ സീസണിൽ 49 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 24 ഗോളുകളും 11 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. റയലിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന ടോണി ക്രൂസ് ആണ് 6ാം സ്ഥാനത്ത് വരുന്നത്. ഈ സീസണിൽ 44 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 1 ഗോളും 8 അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി 5ാം സ്ഥാനത്താണ് വരുന്നത്. സീസണിൽ ആകെ 46 മത്സരങ്ങൾ, 8 ഗോളുകൾ, 14 അസിസ്റ്റുകൾ. കിലിയൻ എംബപ്പെ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. PSG വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 46 മത്സരങ്ങൾ, 43 ഗോളുകൾ, 10 അസിസ്റ്റുകൾ. ഹാരി കെയ്ൻ 3ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ബയേണിന് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 45 മത്സരങ്ങൾ, 44 ഗോളുകൾ, 12 അസിസ്റ്റുകൾ. ബെല്ലിംഗ്ഹാം 2ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം റയലിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 39 മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകളും 10 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. നേരത്തെ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന താരമാണ് ബെല്ലിംഗ്ഹാം. പക്ഷെ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ ബെല്ലിംഗ്ഹാമിനെ മറികടന്നുകൊണ്ട് 1ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട്. ബയേണിനെതിരെയുള്ള 2 മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തിയ താരമാണ് വിനീഷ്യസ് ജൂനിയർ. ആകെ ഈ സീസണിൽ 36 മത്സരങ്ങൾ, 21 ഗോളുകൾ, 11 അസിസ്റ്റുകൾ. പക്ഷെ ഈ കണക്കിനും അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം. മികച്ച രൂപത്തിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. ഏതായാലും നിലവിൽ വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നീ 2 താരങ്ങളിൽ ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ ബാലൺ ഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.